ഹായ്, ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ തട്ടിക്കൂട്ട് പരിപാടികൾക്കായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ പരിപ്പും ചീരയും കൂടെ കറി വയ്ക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത്. പരിപ്പ് കറി ചീരയും രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടെയാണ് കേട്ടോ. കാരണം ഇന്ന് പുറത്തൊന്ന് പോകണം, എനിക്ക് തയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, നൂലൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകാൻ പെട്ടെന്നുള്ള പണിയാണ്. പൊന്നൂന് ക്ലാസ്സില്ല, അപ്പോൾ പൊന്നൂൻ്റെ അടുത്ത് മുത്തിനെ ആക്കിയിട്ട് വേണം വേഗം പോയിട്ട് വരാൻ. അതിനു വേണ്ടിയാണ് കേട്ടോ. മുത്തിനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വെയിലല്ലേ, ഭയങ്കര വെയിലാണ്, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങും വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചൂട് കാരണം. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകി അടുപ്പത്ത് വെച്ചിട്ടോ. ഇന്നലെ ഒരു കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയൊക്കെ രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പൊടി കലക്കി ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാനായിട്ട് മിക്സിയിലിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല മയം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കുറച്ച് സമയം, രാവിലത്തെ എൻ്റെ കുറച്ച് സമയമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശയും ചീരയും പരിപ്പും കൂടെ കറി വെച്ചതും ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. അപ്പോൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ്, അപ്പോൾ മിക്സിയിൽ അടിച്ചാലാണ് ഒരു മയം ഉണ്ടാവുകയുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ മിക്സി കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അരയ്ക്കാനുള്ളതൊക്കെ അരച്ചിട്ടേ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം കഴുകുന്ന അവിടെ വെച്ചിട്ടാണ് മിക്സി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാനുള്ളതും കൂടെ വേഗം അരച്ചെടുത്തു. പരിപ്പ് വന്നിട്ടുണ്ട്. ചീര അരിഞ്ഞത് ഞാൻ തണ്ടോട് കൂടി കുറച്ച് ചീര അരിഞ്ഞ് മാറ്റിയതാണ് കേട്ടോ. തോരൻ വയ്ക്കാനുള്ളത് വേറെയുണ്ട്. ഒറ്റ ട്രിപ്പായിട്ടൊന്നും ഇവിടെ ആരും കഴിച്ച് തീർക്കില്ല. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ്, വേഗം കറിയാവും, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. മുത്തിൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. തന്നെ പൊന്നൂൻ്റെ അടുത്ത് ഇരിക്കുമോയെന്ന് അറിയില്ല, പതിയെ ഇരുത്തി നോക്കണം. എപ്പോഴും പുറകെ ആൾ വേണം മുത്തിന്. അരിയൊന്നും ഇന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടി. ദോശയൊക്കെ ആണെങ്കിലും ഇപ്പോൾ കറി ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കണം. അരി ഇട്ടിട്ടില്ല. അരിയും വെച്ച് ചോറൊക്കെ വെച്ചിട്ട് വേണം പോകാൻ. ഉച്ചയാവുമായിരിക്കും വരുമ്പം. കാരണം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ച് വരണമെങ്കിൽ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും 2 വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരച്ചതാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിള വരണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ആ സമയത്താണ് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി വന്നത്. അവർ നാട്ടിൽ പോയേക്കുമായിരുന്നു. എന്നാ വിശേഷം എന്ന് ചോദിച്ച് വന്നതാണ്. ഇപ്പോൾ വർത്തമാനം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം വൈകുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ചു. ഇനി കട്ടൻ ചായയാണ്, പാല് വാങ്ങിച്ചിട്ടില്ല. കട്ടൻ ചായ വെച്ച് ദോശയും റെഡിയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അരി കഴുകി ഇട്ടു, കട്ടൻ ചായയും വെച്ചു. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് കുടിവെള്ളവും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ കട്ടൻ ചായ റെഡി ആയിട്ടോ. അപ്പോൾ അത് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുടിവെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്